ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് അമ്മാസ് രുചികളിൽ ഒരു വെറൈറ്റി, എന്നത്തെയും പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഷു സ്പെഷ്യൽ വിഭവമാണ് ഒരുക്കുന്നത്. വിഷു കഞ്ഞി എന്ന് പറയും. സാധാരണ ഈ വടക്കൻ ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ വെറൈറ്റിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഷു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അതിനായിട്ട് ഞാൻ ഇതാ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വൻപയറാണ്. പാലക്കാട് ഭാഗത്തൊക്കെ ചെറുപയറും വൻപയറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വൻപയർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അവർ വൻപയറും ചെറുപയറും വറുത്തിട്ട് പൊടിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വൻപയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടതാണ്. 1/4 കപ്പ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന പോലെ വറുത്തെടുക്കണേ. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കും. നമ്മളിതെല്ലാം ചെയ്യുന്നത് തേങ്ങാപ്പാലിലാണ് ഇതെല്ലാം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് മൂത്ത് തീരാറാകുമ്പോൾ സ്വല്പം നെയ്യ് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളിതൊന്ന് കോരി മാറ്റി വെക്കണം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിക്കണം. ആ പച്ചച്ചൊവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം, അത്രയും വറുത്താൽ മതി. ഒരുപാട് വറുത്തെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് അതേ ഉരുളിയിൽ തന്നെ നമുക്ക് കിസ്മിസും കാഷ്യൂ നട്ടും ഒക്കെ ഒന്ന് വറുത്തെടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് നെയ്യ് കൂടി ഒഴിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യുണ്ട് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടാകുമ്പം നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എത്ര വേണോ അത്രയും, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറവ് വേണമെങ്കിൽ കുറവ്, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നട്ട്സും ഒന്ന് വറുത്ത് കോരണം. അത് കഴിയുമ്പോൾ നമ്മൾ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരിയും ബ്രൗൺ കളറ് കിസ്മിസുമാണ് ഞാൻ ഉപയോഗിച്ചത്. രണ്ടും മിക്സ് ചെയ്താണ് എടുത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണേ ഉള്ളെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. കറുത്ത മുന്തിരിയോ മറൂൺ കളർ മുന്തിരിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് വറുത്ത് കോരണം. ശരിക്കും ഇതേ നെയ്യിൽ തന്നെ നമ്മൾ തേങ്ങാക്കൊത്തും വറുത്ത് കോരുന്നുണ്ട്. ഞാൻ പക്ഷേ അത് വേറൊരു ഇതിലാണ് വറുത്തെടുത്തത്. അത്രയും സമയം, അതായത് നമ്മൾ ഈ ചെയ്യുന്ന സമയം കൊണ്ട് ഒത്തിരി സമയം എടുക്കുമല്ലോ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ചെറിയ ചീനച്ചട്ടിക്കകത്താണ് വറുത്ത് കോരിയത് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വറുത്ത് കോരി കഴിയുമ്പോൾ നമ്മൾ നേരെ ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. ആ വൻപയർ നമ്മൾ അരിയുടെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വെന്ത് കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് ഈ നെയ്യുണ്ടല്ലോ, ഈ നെയ്യിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം 3/4 ഗ്ലാസ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്, 1/4 ഗ്ലാസ് വൻപയറും. അപ്പോൾ ഈ 1/4 ഗ്ലാസ് വൻപയറിനും 3/4 ഗ്ലാസും കൂടെ വന്നപ്പോൾ 1 ഗ്ലാസ് ആയില്ലേ. ഈ 1 ഗ്ലാസ്സിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ ഒരു 1.5 തേങ്ങയാണ്. 1.5 തേങ്ങ, ഒരു ഫുൾ തേങ്ങയും 1/2 തേങ്ങയും, അത്രയും തേങ്ങയുടെ തേങ്ങാപ്പാലാണേ. അപ്പോൾ ഞാനതിന് ഒരു 4-4.5 ഗ്ലാസ് തേങ്ങാപ്പാൽ, രണ്ടാം പാൽ കേട്ടോ. 2 ഗ്ലാസ് ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4.5 ഗ്ലാസ് തേങ്ങാപ്പാലിൽ ഞാൻ ആ ഉരുളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുക്കറിലേക്ക് ആ വൻപയർ ഇട്ടു, കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഉരുളിയിൽ തേങ്ങാപ്പാൽ തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഉണക്കലരി ഇട്ട് കൊടുക്കുകയാണ്. 3/4 ഗ്ലാസ്സാണ്. ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് ആ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് കേട്ടോ. മൊത്തം 1 ഗ്ലാസ് മതി, 3/4 ഗ്ലാസും 1/4 ഗ്ലാസും കൂടെ. ഓക്കെ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ തേങ്ങാപ്പാലിലേക്ക് ഒഴിക്കുവാണ്. പകുതി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ വേവിച്ച വൻപയറും കൂടെ ആ തേങ്ങാപ്പാലും എല്ലാം കൂടെ അങ്ങ് ചേർക്കുവാണ്. വൻപയർ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വേവണ്ട കേട്ടോ, ഒറ്റ വിസിൽ മതി. അത് വെന്ത് കുഴഞ്ഞു പോരും, നമുക്കതിങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വറ്റി വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ ഒരു പ്രധാന ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ വിഷുവിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വിഷു കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഞാൻ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. 1/2 കിലോ ശർക്കരയാണ് കേട്ടോ. 1/2 കിലോ ശർക്കര 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഉരുക്കിയെടുത്തതാണ് ഇത് കേട്ടോ. ഈ ചേർത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കര 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ചെടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം
നമ്മൾ മലയാള മാസം മേട 1-നാണ് കാർഷികോത്സവമായ വിഷു ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ച് ആണ് വിഷുവിലൂടെ നമ്മൾ ജനങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാ റിസൾട്ട് അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. പിന്നെ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടൊക്കെ വിഷു ആഘോഷിക്കാറുണ്ട്. പിന്നെ വിഷുവിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിയും പകലും തുല്യമായ ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് വിഷുവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. നമുക്ക് ആകെ കൈനീട്ടം കിട്ടണം, സദ്യ ഉണ്ടാക്കണം, പിന്നെ കൊന്നപ്പൂ പറിച്ച് നമ്മൾ വിഷുക്കണി ഒരുക്കണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ശർക്കര പാനി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യണം. ചേർത്ത് കഴിയുമ്പം നല്ലതുപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം. കാരണം നമ്മൾ 2 ഗ്ലാസ് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, 1-ാം പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നന്നായി തന്നെ വറ്റി വരണേ, അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ നീണ്ടു പോവുക പായസം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റി വന്ന് അപ്പോൾ ഞാൻ കണ്ടില്ലേ ചെറിയൊരു പാനിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിയണം കേട്ടോ. തീരെ ചെറുതായിട്ട് അരിയണം. ഒത്തിരി വീതിയിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടിക്കാനൊക്കെ പാടാണ്. തീരെ ചെറുതായിട്ട് അരിഞ്ഞ് അത് നെയ്യിലാണേ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വറുത്ത് ഒരു ബ്രൗൺ കളർ ആകുമല്ലോ തേങ്ങാക്കൊത്ത്. ആ സമയത്ത് കുറച്ച് എള്ളും കൂടെ ചേർക്കുവേ. 1 ടേബിൾ സ്പൂൺ എള്ള് കേട്ടോ, അത്രയും ചേർക്കും. ഇത് കണ്ടില്ലേ നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര നല്ല ടേസ്റ്റാണ്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാവരും ചെറുപയറും വൻപയറും ഒക്കെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി എന്ന് വേണേൽ പറയാം. അപ്പോൾ 1-ാം പാൽ ചേർത്തു. 2 ഗ്ലാസ് 1-ാം പാലുണ്ടായിരുന്നു, അതും ചേർത്തു. ഉരുളി നിറച്ചുണ്ടല്ലേ, സൂക്ഷിച്ച് ഇളക്കണം എന്നൊക്കെ ശ്രദ്ധിച്ച് വേണം. നല്ല ചൂടൊക്കെ ആണല്ലോ, അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് ഇനി നമ്മൾ തിളയ്ക്കാൻ നിൽക്കണില്ല. ഇത് നമ്മളൊന്ന് സിമ്മിൽ വെക്കണം കേട്ടോ. ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നതെങ്കിൽ സിമ്മിലോട്ടാക്കണം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് വെച്ചോളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊന്ന് വറ്റി വരും. വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കാം. അപ്പോൾ കണ്ടില്ലേ ഞാൻ എള്ള് ചേർത്തേ. അത് വറുത്ത് ആകാറാകുമ്പോൾ ലാസ്റ്റേ ചേർക്കാവുള്ളേ. അതിൻ്റെ ബ്രൗൺ കളർ തേങ്ങാക്കൊത്തിന് ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് കറുത്ത എള്ള് ചേർത്തെന്ന് വെച്ചു ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനൊരു നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ട്, കിസ്മിസ് ഉണ്ട്, തേങ്ങ വറുത്തതുണ്ട്, എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വേറെ നെയ്യൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ ആ കിസ്മിസൊക്കെ വറുത്തെടുത്തപ്പോൾ നെയ്യ് ഉണ്ടായിരുന്നല്ലോ, ആ നെയ്യ് ചേർത്തു. അത്രേ ഒക്കെ നെയ്യ് ചേർക്കുന്നുള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും നെയ്യ് ചേർക്കുന്നില്ല. വേണമെങ്കിൽ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണും കൂടെ നമ്മൾ ആ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വിഷു കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാളെ എല്ലാവരും ഇതൊന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അത് എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ കാണുമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കും. നല്ലൊരു ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു വിഷുക്കഞ്ഞിയാണ്. നമ്മുടെ ഇവിടെ കോട്ടയം ജില്ലയിൽ അങ്ങനെ ആരും ഉണ്ടാക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. പാലക്കാട്, എറണാകുളം ഭാഗത്തേക്കൊക്കെയാണ് ഇതെല്ലാവരും ഉണ്ടാക്കാറ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ. ഒരു കാര്യം പറയാൻ മറന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ എന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കണം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുത്തേക്കണം, മറക്കല്ല്. അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.